ഷുഗർ ഒരു മാറാവ്യാധിയാണ്, തീരാവ്യാധിയാണ്, ഇനി ജീവിതകാലം മുഴുവൻ ഇൻസുലിനോ ഗുളിയായിട്ട് നടക്കണമെന്നാണ് നിങ്ങളുടെ പലരെയും ധാരണ. ഇതൊരു തെറ്റിദ്ധാരണ എനിക്ക് പറയാനുള്ളത്. ഷുഗർ ഒരു മാറാവ്യാധി അല്ല. മരുന്നില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോണത്. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പ്രമേഹത്തെ നമുക്ക് മരുന്ന് കൊണ്ടും മാത്രം മാറ്റാൻ പറ്റില്ല, ശരിയാണ്. നമ്മുടെ പ്രമേഹത്തെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റിയ ഒരു മരുന്നും ഒരു ആശുപത്രിയിലും ഇല്ല, ഒരു മെഡിക്കൽ സ്റ്റോറിലും ഇല്ല. കാരണം അങ്ങനെ ഒരു മരുന്ന് ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെടില്ല എന്നാണ് സത്യം. ഈ ഉള്ള മരുന്നും ഇൻസുലിനും എല്ലാം ഷുഗറിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഷുഗറിനെ മാറ്റാൻ സാധിക്കാത്തത്? ഷുഗർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്. ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒന്നും വരുന്ന രോഗമല്ല. ഇത് ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവും, അതായത് ലൈഫ് സ്റ്റൈലിലെ ശരീരത്തിന് യോജിക്കായ്മയാണ് ഈ രോഗത്തിന്റെ കാരണം. ഇത് തുടരുന്ന കാലത്തോളം, നമ്മൾ ഇതേ ജീവിതചര്യയിൽ പോകുന്ന കാലത്തോളം നമുക്കൊരു പ്രമേഹ രോഗിയായി തന്നെ ഇരിക്കും. അപ്പൊ പ്രമേഹം മാറണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് പതുക്കെ ഒരു മാറ്റം ഉണ്ടാവണം. അങ്ങനെ മാത്രമേ പ്രമേഹത്തെ കുറച്ചുകൊണ്ടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യണത് മരുന്ന് കഴിച്ച് പ്രമേഹത്തെ കുറയ്ക്കാനുള്ള ശ്രമം നടത്തണം നമ്മൾ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കുറയണത് പ്രമേഹം എന്ന രോഗമല്ല കുറയണത്, ബ്ലഡിലെ ഷുഗറാണ് കുറയണത്. ബ്ലഡിലെ ഷുഗർ രോഗമല്ല, അത് രോഗലക്ഷണമാണ്. ഡയബറ്റീസ് മെലിറ്റിസ് എന്ന രോഗ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത്. ഇതാണ് നമ്മൾ മരുന്ന് കഴിച്ചോ ഇൻസുലിൻ എടുത്തോ കുറയ്ക്കേണ്ടത്. രോഗലക്ഷണത്തെ കുറച്ച് രോഗം ഇല്ലാതെയാകുന്നില്ല. നമുക്ക് പ്രായം കൂടി ശരീരത്തിന് വാർദ്ധക്യമനുസരിച്ചിട്ട് രോഗം കൂടി വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ കാലിന് പെരുപ്പ്, കാഴ്ചക്കുറവ്, ഫാറ്റി ലിവർ, കിഡ്നി പ്രോബ്ലം, കാർഡിയാക് ഡിസീസ്, ഹാർട്ടിന്റെ കുഴപ്പം, ഇങ്ങനെ ഒരുവിധ രോഗം, കിഡ്നിയുടെ പ്രശ്നം, അതുപോലെ ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ്, അൾഷിമേഴ്സ്, സ്ട്രോക്ക്, ഇങ്ങനെ പല രോഗങ്ങൾ, 10-16 രോഗങ്ങളുണ്ട്. ഇതിനെ ഷുഗർ റിലേറ്റഡ് ഡിസീസിലെ അനുബന്ധ രോഗങ്ങൾ എന്ന് പറയും. അതുപോലെ വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ ഉള്ളതാണ് ലൈംഗിക ശേഷി കുറവ്. കുടുംബ ജീവിതത്തിന്റെ താളവും ലയവും തെറ്റിപ്പോയ ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. ഇത് 1-2 ദിവസം വരും എന്നല്ല പറഞ്ഞത്. ഇത് പതുക്കെ പതുക്കെ നമുക്ക് ഓരോരോ രോഗങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രമേഹം എന്ന രോഗത്തെ നമുക്ക് ഈ മരുന്ന് കൊണ്ട് കുറയ്ക്കാൻ സാധിക്കുന്നില്ല. ഇത് വർദ്ധിച്ചു വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇനി നമ്മൾ എങ്ങനെയാണ് നേച്ചർ ലൈഫിൽ എങ്ങനെയാണ് ഈ ഷുഗറിനെ അഡ്രസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സമീപിക്കണം എന്ന് നോക്കാം. നമ്മൾ ഈ രോഗത്തിന്റെ കാരണത്തെ ഇല്ലാതെയാക്കാണ്. കാരണത്തെ ഇല്ലാതെയാക്കല് കാര്യത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് പ്രമേഹം ഉണ്ടാവുന്നത്? പ്രമേഹം ഉണ്ടാവാനുള്ള പ്രധാന കാരണം നമ്മളുടെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യമാണ്. നമ്മളുടെ ആഹാരത്തിൽ ഏതെങ്കിലും പോഷകം കൂടുകയോ കുറയോ ചെയ്താൽ നമ്മളുടെ ആരോഗ്യക്ഷയത്തിന് കാരണമായി തീരും. ഇവിടെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം, അന്നജം അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്ന ഘടകം കൂടുക ചെയ്യണം. അതിന്റെ ഫലമായിട്ട് അതിനെ മുഴുവൻ ദഹിപ്പിച്ചു ചേർക്കാൻ ആവശ്യമായ തോതിൽ പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കേണ്ടി വരുന്നു. അങ്ങനെ ഓവർലോഡ് വന്നിട്ട് അത്യധ്വാനത്തിന്റെ ഫലമായിട്ട് ആ പാൻക്രിയാസിന്റെ ശേഷി കുറഞ്ഞു പോകുന്നു. പാൻക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നു. ഈ ഇൻസുലിനെ സെല്ലുകൾ സ്വീകരിക്കാതെ വരുന്നു. അതിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മളുടെ ബ്ലഡിലെ ഷുഗർ കൂടാനുള്ള കാരണം. ബ്ലഡിൽ നമ്മൾ ആഹാരത്തിന് കൃത്യമായ ബ്ലഡിലേക്ക് ഷുഗർ വരുന്നുണ്ട്, സെല്ലുകൾ സ്വീകരിക്കാതെ വരുന്നു. അപ്പൊ നമുക്ക് സെല്ലുകൾ സ്വീകരിച്ചില്ലെന്ന് പറ്റും, നമുക്ക് ക്ഷീണം, തളർച്ച, അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ശരീരത്തെ മുഴുവൻ ബാധിക്കും. അത് ഊർജത്തിന്റെ ക്ഷാമ ശരീരത്തിനുണ്ടാവും, എനർജി ലൂസ് ഉണ്ടാവും. പക്ഷെ ബ്ലഡിലാണ് ഈ ഷുഗർ കൂടിയിരിക്കുകയും ചെയ്യും. അപ്പോഴാണ് വൃക്കകൾ ഇതിനരിച്ച് മൂത്രത്തെ പുറത്തു കളയുന്നത്. അപ്പോഴാണ് നമ്മൾ പ്രമേഹ രോഗിയാണ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ഒരു മീഡിയം കാർബോഹൈഡ്രേറ്റിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ലോ കാർബോഹൈഡ്രേറ്റിലേക്ക് കൊണ്ടുവരും. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് കഴിപ്പിക്കും. അങ്ങനെ നമ്മളുടെ പാൻക്രിയാസിന്റെ വർക്കിംഗ് ലോഡ് കുറയ്ക്കും. നമ്മളുടെ എല്ലാ ഗ്രന്ഥികളും ഓട്ടോ റിപ്പയറബിളാണ്. അതിന് സ്വയം കേടുപാട് തീർക്കാൻ ഉള്ള ശേഷിയുണ്ട്. അപ്പൊ അതിന്റെ ആ ശേഷി ഉപയോഗിച്ചിട്ട് അത് വീണ്ടും നമ്മളെ ബീറ്റാ സെല്ലുകൾ ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടിക്കൊണ്ടാൻ സാധിക്കും. ആദ്യം ചെയ്യേണ്ടത് ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിനെ കുറയ്ക്കുക. രണ്ടാമത്തെ നമ്മുടെ വിഷയം ന്യൂട്രീഷൻ. ഞാൻ പറഞ്ഞു ഒരു ഘടകത്തിന്റെ കൂടുതൽ, കാർബോഹൈഡ്രേറ്റിന്റെ കൂടുതലാണെന്ന്. മറ്റ് പോഷകങ്ങൾ കുറയണതും ഈ രോഗത്തിന്റെ കാരണമാണ്. നമ്മൾ ചപ്പാത്തി നിന്നിട്ടോ ചോറിനിട്ടോ മാത്രമല്ല ഈ പ്രമേഹം ഉണ്ടാകുന്നത്. നമ്മളുടെ അച്ഛന്റെ അച്ഛനൊക്കെ ഒരു കിണ്ണം ചോറുണ്ടിരുന്നു, അവർക്കൊന്നും ഈ പ്രമേഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു കാരണം നമ്മളുടെ ആഹാരത്തിലുള്ള മറ്റ് ന്യൂട്രിയൻസിന്റെ കുറവാണ്, ന്യൂട്രിയൻസ് ഇംബാലൻസ് ആണ്, ഒരു പോഷക ദാരിദ്ര്യം. അതാണ് ഒരു പരിധിവരെ രണ്ടാമത്തെ കാരണം. നമുക്കറിയാം, ഒരു ചെടി നമ്മൾ നട്ടു, അതിന് വേണ്ടത്ര വളവും വെള്ളവും ഒഴിച്ചില്ലെങ്കിൽ അത് വാടിക്കൊഴിഞ്ഞു പോകും. ഇതുപോലെ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് പ്രോട്ടീൻ വേണം, നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ഫൈറ്റോന്യൂട്രിയൻസ് വേണം, മൈക്രോന്യൂട്രിയൻസ് വേണം, വാട്ടർ, ഇങ്ങനെ കുറെ ആവശ്യം വേണ്ട ഘടകങ്ങളുണ്ട്. ഇത് 90% പേരുടെ ആഹാരത്തിൽ ഈ പറഞ്ഞ പല ഘടകങ്ങളും ഇല്ല. നമ്മൾ ചിലപ്പോൾ വയറുനിറച്ച് ആഹാരം കഴിക്കുന്നുണ്ടാവാം, വില കൂടിയ ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പോൾ സംഗതിയൊക്കെ ശരിയാണ്, ഈ പല ഘടകങ്ങളും ആഹാരത്തിന് ആവശ്യത്തിന് കിട്ടണില്ല.
ഇതുകൂടിയാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ അവതാളത്തിന് അബ്നോർമലായി തീരാൻ ഇടയാക്കുന്നത്. അപ്പൊ ഞങ്ങൾ ചെയ്യണത്, ഒന്ന് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് കഴിപ്പിച്ചു, രണ്ട് നിങ്ങളെ ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക്, ഒരു കംപ്ലീറ്റ് ഫുഡിലേക്ക്, സമീകൃതമായ ആഹാരത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനത്തെ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആഹാരങ്ങൾ കഴിപ്പിക്കും. ഇതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. മൂന്നാമത് ചെയ്യുന്നത് കുറച്ച് വ്യായാമമാണ്. വ്യായാമത്തിന്റെ ആവശ്യം രണ്ടാണ്. ഒന്ന്, നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് കൂടുതൽ വരുന്ന ഗ്ലൂക്കോസിന്, കൂടുതൽ വരുന്ന എനർജി നമുക്ക് കത്തിച്ച് കളയണം. എങ്കിൽ മാത്രമാണ് അതിന്റെ കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വിഷയം വരാതിരിക്കുകയുള്ളൂ. അപ്പൊ അതിന് ബേൺ ചെയ്ത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വ്യായാമം ചെയ്യണം. പണ്ട് ഇതിന്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. നമ്മൾ ഓടുമായിരുന്നു, ചാടുമായിരുന്നു, മല കയറുമായിരുന്നു, മരം കയറുമായിരുന്നു, നീന്തുമായിരുന്നു, ആയാസമായ പണികൾ. ഇപ്പൊ ഇതൊന്നും ചെയ്യണില്ല. ആഹാരത്തിൽ കുറവില്ല. ഇതാണ് ഇന്ന് പ്രമേഹം വർദ്ധിക്കാനുള്ള കാരണം. അപ്പൊ നമ്മൾ ദിവസം ഒരു അരമണിക്കൂർ നിങ്ങളെ കൊണ്ട് വ്യായാമം, സിമ്പിളായുള്ള വ്യായാമമാണ്. വിഷമമുള്ളത് അങ്ങനെ വിചാരിക്കണമല്ല. ഒരു 80 വയസ്സ് ആൾക്ക് പോലും ചെയ്യാവുന്ന തരത്തിൽ വ്യായാമം ചെയ്യിക്കണത്. അപ്പൊ ഒരു അരമണിക്കൂർ നേരം നമ്മൾ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും, അപ്പൊ പറയും സാറേ നടക്കണം എന്ന് പറയും. നടന്നിട്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ 10 കിലോമീറ്റർ നടന്നാൽ പോലും നിങ്ങളുടെ പ്രമേഹം മാറാൻ പോകുന്നില്ല. കാരണം പ്രമേഹം നടക്കുമ്പോൾ നമ്മുടെ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗത്തിന് മാത്രമേ വ്യായാമം കിട്ടുള്ളൂ. മുകളിലേക്കുള്ള വ്യായാമം കിട്ടുന്നില്ല. ഒരു നടക്കൽ മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു 3-4 കിലോമീറ്റർ നടക്കുന്നത് നല്ലതാണ്. 10 കിലോമീറ്റർ നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് നമ്മൾ സമഗ്രമായിട്ടുള്ള വ്യായാമം, ലഘുവായ വ്യായാമങ്ങൾ ചെയ്യിക്കും. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് കുറച്ച് പ്രാണായാമം. പ്രാണായാമം ബ്രീത്തിങ് എക്സസൈസ് ആണ്. നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് ശരീരത്തിന് എല്ലാ ഭാഗത്തും ഉണ്ടാവണം. അതുപോലെ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ എല്ലാ സെല്ലുകളിലും എത്തിച്ചേരണം. നമ്മുടെ ആഹാരത്തിന് ശരീരം സ്വാംശീകരിക്കുന്ന ഗ്ലൂക്കോസ് ഇതെല്ലാം സെല്ലിലും എത്തിച്ചേരണം. എങ്കിൽ മാത്രമാണ് ഈ സെല്ലുകളിലെ ഉള്ളിലുള്ള മെറ്റോകോൺട്രിയ കയറിയിട്ട് ഊർജ്ജോൽപാദനം നടക്കുകയുള്ളൂ. ഇതിന്റെ കുറവാണ് നമുക്ക് ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമവും നമ്മളെ കൊണ്ട് ചെയ്യിക്കും. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് കുറച്ച് പ്ലാന്റ് മെഡിസിൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടവർക്ക് മാത്രം, ഇതെല്ലാവർക്കും ആവശ്യമുള്ളതല്ല, സ്ഥിരം ഉപയോഗിക്കാനുള്ളതല്ല. അത്യാവശ്യം നമുക്ക് ഒരു പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ 10, 20, 30 വർഷമൊക്കെയായി കാലിന് പെരുപ്പാണ്, കിടന്നാൽ ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ അവരുടെ ഞെറിവുകളിലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ശരിയാക്കാൻ വേണ്ടി ചില മരുന്നുകളിലെ മൂല്യമുള്ള ഔഷധ ഗുണമുള്ള ചില സസ്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്ട്രെസ് ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ വന്നാൽ ചോറുണ്ട് മാത്രമല്ല ഉണ്ടാവുന്നത്. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെ അബ്നോർമലാക്കും. അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള ചില മെത്തേഡുകളും പഠിപ്പിക്കും. ഇങ്ങനെ 5 വഴിക്കാണ് സമഗ്രമായ സമീപനമാണ് നമ്മൾ പ്രമേഹത്തിന് വേണ്ടി ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ പ്രമേഹം പടിപടിയായിട്ട് കുറഞ്ഞു വരാൻ തുടങ്ങും. നാളെ നിങ്ങളുടെ കിഡ്നിയോ ലിവറിനോ ഹാർട്ടിനോ ഒന്നും ബാധിക്കും. 100 വയസ്സ് ജീവിച്ചിരുന്നാലും ഒന്നും ബാധിക്കുമെന്ന് പേടിക്കണ്ട. ഒരു പരിധി വരെ നമുക്ക് പ്രമേഹത്തെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ നമുക്ക് മരുന്ന് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ടെസ്റ്റ് ചെയ്ത് അറിയണനുസരിച്ച് മരുന്ന് കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ മരുന്നിൽ നമുക്ക് ഒരു 90% പേർക്കും ഈ പ്രമേഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതിനുള്ള പ്രോഗ്രാംസ് മൂവാഴ്ച സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനവധി ക്യാമ്പുകൾ കേരളത്തിന്റെ പല ഭാഗത്തും നടത്തി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ 5 തൊട്ട് 6 വരെ, രാത്രി 7 തൊട്ട് 8 വരെയുള്ള ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. 1 മണിക്കൂർ വെച്ച് നമുക്ക് കയറി ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പ്രമേഹത്തെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ പഠിക്കാം. വ്യായാമം പഠിക്കാം, ആഹാരങ്ങൾ പഠിക്കാം, പ്രാണായാമം പഠിക്കാം, മെഡിസിനെ കുറിച്ച് പഠിക്കാം. അങ്ങനെ ടെൻഷൻ മാറ്റാനുള്ള മെത്തേഡുകൾ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാം. അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് ഷുഗറിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ വളരെ ഫലപ്രദമായിട്ട് നമുക്കിനി ഫ്യൂച്ചറിൽ ഇത് മാത്രമല്ല, ഇന്നത്തെ ചികിത്സാ ചെലവ് നിങ്ങൾക്കറിയാം. ആ ചികിത്സാ ചെലവ് ഗണ്യമായിട്ട് വെട്ടിക്കുറയ്ക്കാൻ സാധിക്കും. നമുക്ക് സുഖം സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഷുഗർ ഒരു മാറാവ്യാധിയാണ്, തീരാവ്യാധിയാണെന്നുള്ള അത് മാറ്റുക. ഷുഗർ മാറുന്ന രോഗമാണ്, ഷുഗർ കുറയുന്ന രോഗമാണ്, മരുന്നുകൊണ്ട് മാത്രം മാറില്ല എന്നത് സത്യമാണ്. അപ്പൊ ഇങ്ങനെ മാറിയ ധാരാളം ആളുകളുണ്ട്, ഷുഗർ കുറഞ്ഞ ധാരാളം ആളുണ്ട്. നിങ്ങൾക്കും സാധിക്കുന്ന എനിക്ക് പറയാനുള്ളത്. പക്ഷെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം കാരണോ, തിരക്ക് കാരണോ, ജീവിത പ്രാരാബ്ദം കാരണോ മാറ്റി വെക്കരുതെന്നാണ് പറയാനുള്ളത്. പലപ്പോഴും റിവേഴ്സ് അത്ര എളുപ്പമല്ല. നിങ്ങൾ കുറെ മുമ്പോട്ട് പോയി അത്രയും പിന്നെ നിങ്ങൾ പുറകോട്ട് പോകേണ്ടി വരും. അപ്പൊ ഇത് ശുഭസ്യ ശീക്രം എന്ന് പറയും. നാളെ തന്നെ നിങ്ങൾ ഇതിന് തീരുമാനിക്കുക. ഈ ഷുഗർ എന്നുള്ളൊരു സൈലന്റ് കില്ലറാണ്. ഇതൊരു രോഗരാക്ഷസനാണ്. ഇത് പതുക്കെ പല ആളും കാരണം ഒരു ഗുളിക രാവിലെ കഴിച്ചാൽ മതി, സ്വല്പം ഇൻസുലിൻ എടുത്താൽ മതി. ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് പല ആളും വിചാരിച്ചിരുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സ്വല്പം ഇൻസുലിൻ കൊണ്ടോ ഒരു ഗുളിക കൊണ്ടോ അടുക്കാവുന്ന ഒരു രോഗമല്ലാതെ, അടങ്ങി നിൽക്കുന്ന രോഗമല്ലാതെ ഇത് പതുക്കെ ഇങ്ങനെ വ്യാപിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾ ഈ ഷുഗർ റിവേഴ്സ് പ്രോഗ്രാമിലേക്ക് വരിക. വളരെ ഫലപ്രദമായിട്ട് നിങ്ങളുടെ ഒപ്പം നമ്മൾ ഉണ്ടാകും. ഇത് മാറുന്നവരെ, ഇത് കുറയുന്നവരെ, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കുറയുന്നവരെ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട്
എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 9744444326 നമ്പറിൽ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്.